നമുക്ക് കർമ്മങ്ങൾ പഠിപ്പിക്കാൻ അറിയൂല, കാരണം അതിന് കുറേ പ്രാക്ടീസ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനെ ബ്ലോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് കഴിയും. അത് കഴിയൂലേ? കർമ്മങ്ങളിലേക്ക് ആളുകൾ അടുക്കാത്തതിന് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന പല സാധനങ്ങളും ഉണ്ട്. അതിലേക്ക് നമുക്ക് ആളുകളെ അടുപ്പിക്കാൻ കഴിയുന്നില്ലേ? നന്മയിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, മനഃശുദ്ധിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. അത് വലിയൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് ട്യൂൺ എജു ലാബ് നമ്മൾ നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഓരോ പ്രോഗ്രാമും കഴിഞ്ഞ് ഇറങ്ങിപ്പോയ ആ പുഞ്ചിരികളെല്ലാം ഇതിന്റെ ഫലങ്ങളാണ്. ഇതിൽ നിന്ന് പൂവിട്ട് കായിട്ട് കുലച്ചു നിന്ന പഴങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്ത വളമാണ് ആ മരത്തിന്റെ ഓരോ ഇലയും, ഓരോ പൂവും, ഓരോ കായും, ഓരോ ഫലവും. അവിടെ വന്ന് കൊത്തി തിന്ന പക്ഷികളെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ സമാധാനവും. നമ്മുടെ പ്ലാവിന്റെ മുകളിൽ വലിയൊരു ചക്ക ഉണ്ടാകും, ഉയരത്തിലേലും നമ്മൾ എത്ര എറിഞ്ഞാലും കയറിയാലും പറിക്കാൻ കഴിയൂല. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അല്ലേ? നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ആ ചക്ക പഴുത്തപ്പം കുറെ അണ്ണാൻ വന്ന് തിന്നു, കുറെ കിളികൾ വന്ന് കൊത്തി തിന്നു അല്ലേ? അതും നമുക്ക് കിട്ടലല്ലേ? ഓർക്കാരാ ഭക്ഷണം കൊടുക്കുക? നമ്മുടെ പ്രവർത്തനം വിഫലമായി പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ കഴിക്കുകയായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ആള് കഴിക്കും. ഇപ്പൊ എത്ര ആള് കഴിച്ചു? ഒരുപാട് പേര് കഴിച്ചില്ലേ? ഒരുപാട് കിളികൾ കഴിച്ചില്ലേ? ഒരു കിളി അതിൽ നിന്നൊരു ഇതള് അല്ലെങ്കിൽ ഒരു ചൊള കൊത്തിയെടുത്തിട്ട് പറന്നുപോയത് അതിന്റെ കൂട്ടിലേക്ക് കഴിക്കും. ഈ ലോകം കണ്ണു തുറന്ന് കാണാത്ത കുഞ്ഞുങ്ങൾക്കായിരിക്കും അതിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടാവുക. ഒരെണ്ണാൻ അത് കടിച്ചു കൊണ്ടുപോയത് അതിന്റെ കുഞ്ഞിന് കൊടുക്കാനായിരിക്കും. ഈ ലോകം ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ ആ കുഞ്ഞിനായിരിക്കും ആ കൊടുത്തിട്ടുണ്ടാവുക. ഇത്രയും കുടുംബങ്ങൾ ഒരു ചക്ക കൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ ഗ്രേറ്റ്ഫുൾ ആണ് അല്ലേ? മുറിക്കണ്ട എന്നും കരുതി നമ്മൾ അവിടെ അതിനെ കാത്ത് സൂക്ഷിച്ചത് തന്നെ എത്ര വലിയ ഗ്രേറ്റ് ആണ്. ഇതുപോലെ നമ്മളിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾക്ക് എന്തൊക്കെയോ ഫലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ.